വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് റമദാൻ 5-ാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്കൊരു നല്ല ചൂര മീൻ, നല്ല പെടയ്ക്കുന്ന ചൂര മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിന്നതൊരു കട്ട് ചെയ്ത് നമുക്കിതൊരു വറുത്തരച്ചൊന്ന് വയ്ക്കാനായിട്ട് നോക്കാം. നമ്മൾ ആ ചൂര മീൻ നന്നായിട്ട് കട്ട് ചെയ്ത് ഏതാണ്ടൊരു പകുതി ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വറുത്തരച്ച് പച്ച തേങ്ങയും ഫ്രഷ് മുളക്, ഫ്രഷ് മല്ലി, ഉലുവ എല്ലാം കൂടി നമുക്ക് വറുത്തരച്ച് ഇന്ന് കറി വെക്കാം. ഞാൻ ഏതാണ്ട് ഒരു മുറി തേങ്ങ ചിരകിയതും കുറച്ച് ചെറിയ ഉള്ളി, ഏതാണ്ടൊരു 7-8 പീസ് ചെറിയ ഉള്ളി എടുത്ത് ഞാനൊരു ഫ്രൈയിങ് പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഒരു 10-12 ഫ്രഷ് മുളകും, ഒരു 2 ടീസ്പൂൺ ഫ്രഷ് മല്ലിയും, 1 ടീസ്പൂൺ ഉലുവയും. ഇത് നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ പാൽമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ അല്പം കൂടെ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഇത് വറുത്തെടുക്കാം. നമ്മൾ തേങ്ങ വറുത്തത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് ആദ്യം ഗ്രൈൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് വെള്ളമൊഴിച്ച് നന്നായിട്ട് അടിച്ച് എടുക്കാം. നമുക്കിപ്പോൾ തണുക്കാനായിട്ട് ഓഫ് ചെയ്തിട്ട് തണുക്കാനായി വെക്കാം. നമ്മളെ പ്ലാവിലെ ചക്ക അടത്ത് കട്ട് ചെയ്ത് വെച്ചേക്കാൻ ഇന്ന് നമുക്ക് ഈ ചക്ക കൊണ്ടൊരു കറി കൂടി വയ്ക്കാം. നന്നായിട്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഇതൊന്ന് ആദ്യം ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് അടിച്ചെടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി കൂടെ നമുക്കിതിലോട്ടിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ചട്ടിയിലോട്ട് ഒഴിക്കാം. നമ്മൾ ഒരു തക്കാളി, ഒരു ചെറിയ 2 തക്കാളി അരിഞ്ഞത് കൂടി ഇതിലോട്ടിടാം. നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനിടാം. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഈ അരപ്പൊന്ന് തിളപ്പിക്കാം. നമ്മൾ കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചക്ക ഞാൻ നേരത്തെ കാണിച്ചിരുന്ന് നമുക്കിതൊന്ന് എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറുത്തിട്ട് എടുക്കാം. നമ്മൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് മീനിടാം. ഇനി ഇതൊന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് നല്ലതായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചക്ക ഇതുപോലെ നമുക്ക് ഫുള്ളും അരിഞ്ഞെടുക്കാം.
ചക്ക നല്ല വൃത്തിയാക്കി കുരുവെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകി ഒരു പ്രഷർ കുക്കറിലോട്ടിട്ട് ഒന്ന് വേവിച്ച് ഒരു 2 വിസിൽ വെക്കിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് അരപ്പ് ചേർക്കാം. നമ്മുടെ കറി നല്ല നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 3 പച്ചമുളക്, ഈ 3 പച്ചമുളക് ഇതിലായിട്ട് രണ്ടായിട്ട് കീറിയിട്ട് നമുക്കൊന്നുകൂടി അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ചക്ക വൃത്തിയാക്കി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിനു വേണ്ടി അരപ്പിനായി ഞാനൊരു കാൽ കപ്പ് തേങ്ങയും ഒരു 3 പച്ചമുളകും ഒരു 2-3 4 തണ്ട് വെളുത്തുള്ളിയും 2 ചെറിയ ഉള്ളിയും ഒരല്പം ജീരകവും ഇട്ട് നമുക്കിതൊന്ന് അരപ്പിനായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരു 2 പിഞ്ച് ജീരകം, അതായത് ചെറിയ ജീരകം. നമ്മളെ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അരപ്പെല്ലാം ചേർത്ത് ചക്ക നന്നായിട്ട് നല്ല ലൂസായിട്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചുകൂടി എടുക്കാം. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ തയ്യാറായി. ചക്ക എരിശ്ശേരി, ജ്യൂസ്, പിന്നെ ഫ്രൂട്ട്സുകളും, കഞ്ഞി, കുറച്ച് ചക്ക പഴുത്തത് കിട്ടിയായിരുന്നു, അത് ഒരു കുറച്ച് പീസുണ്ട്. ഇനി നമുക്ക് നമുക്ക് ആദ്യം കഞ്ഞി എടുക്കാം. ഞാൻ ഈ കഞ്ഞിയുടെ റെസിപ്പി കഴിഞ്ഞ റമളാന് കാണിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി വെക്കുന്നതിൻ്റെ അന്ന് ഞാൻ അടുത്തത് കാണിക്കുന്നതാണ്. ഇപ്പം ഇന്ന് എനിക്ക് എൻ്റെ കൊച്ചുമോനുമേ നോമ്പുള്ളൂ. ഞങ്ങളിതാ നോമ്പ് തുറക്കാറായി. ഇനി കഞ്ഞി എടുത്ത് ഇനി ചക്ക ഇതിലോട്ട് മാറ്റാം. നമ്മൾ അടിപൊളി മീൻകറി, നല്ല ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചക്കയിലോട്ട് കുറച്ച് കറി കൂടി വെച്ച് കഴിക്കാനായിട്ട് എടുക്കാം. ഇനി ജ്യൂസ് എടുക്കാം. സ്ട്രോബെറി ജ്യൂസാണ്. സ്ട്രോബെറിയും തണ്ണിമത്തനും കൂടെ ഉള്ള ജ്യൂസാണ്. ഇൻഷാ അല്ലാഹ് ഇനി 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ബാങ്ക് കേൾക്കും. ബാങ്ക് കേട്ട ഉടനെ നമുക്ക് നോമ്പ് തുറക്കാനായി നോക്കാം.